Kerala PSC നടത്തിയ DHS സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ ജാനുവരി 2021 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഓൺലൈൻ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ രണ്ട് വീഡിയോസ് ആയിട്ടാണ് ചെയ്യുക. അതിൽ ആദ്യത്തെ പാർട്ടിൽ ആദ്യത്തെ 50 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിന്റെ ആൻസർ കീയും അതുപോലെ അതിന്റെ ആൻസർ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Question number 1. Which among the following drug cannot pass the blood-brain barrier? Option A, atropine, noradrenaline, tetracycline and chloramphenicol. Correct answer is noradrenaline. Question number 2. Which among the following statement is correct about lung? Option A, right lung has 2 lobes and 1 fissure. Option B, left lung has 3 lobes and 1 fissure. Option C, right lung has 3 lobes and 1 fissure. And option D, right lung has 3 lobes and 2 fissures. Correct answer is option D. Right lung has 3 lobes and 2 fissures. Right lungil 3 ലോബുകളാണുള്ളത്. 3 ലോബുകൾ അതിനെ തിരിക്കുന്നത് 2 fissures ആണ്. ഒരു ഉദാഹരണത്തിന് fissure 1, fissure 2. ഇത് ലോബ് 1, 2 and ലോബ് 3. അപ്പോൾ റൈറ്റ് ലങ്ങിൽ 3 ലോബുകളും 2 ഫിഷർ ആണുള്ളത്. Question number 3. Functions of gastrin is option A, inhibits gastric secretion and motility. Option B, stimulates gastric secretion and inhibit gastric motility. Option C, stimulate gastric secretion and motility. And option D, inhibit gastric secretion and stimulate gastric motility. Correct answer is option C. Stomachile gastric ആസിഡ് അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ സെക്രീറ്റ് ചെയ്യുന്നത് പാരാറ്റൈഡ് സെൽസ് ആണ്. ഈ പാരാറ്റൈഡ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പെപ്റ്റൈഡ് ഹോർമോണുകളെയാണ് ഗ്യാസ്ട്രിൻ എന്നുള്ള വാക്കുകൊണ്ട് വിളിക്കുക. അതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രിക് സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഗ്യാസ്ട്രിക് മൊബിലിറ്റിയെ ഓഗ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ ദെയർഫോർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സ്റ്റിമുലേറ്റ്സ് ഗ്യാസ്ട്രിക് സെക്രീഷൻ ആൻഡ് മോട്ടിലിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 4. Hayes rule is used for measuring option A, fetal length, option B, fetal weight, option C, quantity of amniotic fluid, and option D, fetal circulation. Correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ, fetal length ആണ്. Hayes rule എന്ന് പറയുന്നത് ഹ്യൂമൻ ഫീറ്റസ് അല്ലെങ്കിൽ ന്യൂ ബോണിനെ ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ ഏജിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. Question number 5. Which of the following statement is or are true about epiphyseal plate? It's a hyaline cartilage. It's found only in epiphysis. It's found between diaphysis and epiphysis. And it's a dense bone. Correct answer is option C, only point 1 and point 2. That is, it's a hyaline cartilage and it's found only in the epiphysis. ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം. ഈ പിക്ചറിൽ എപ്പിഫൈസിസ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ഭാഗം, ഇത് സാധാരണ ബോണുകളിൽ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് ബോണിന്റെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ റോള് വഹിക്കുന്ന ഭാഗമാണ് എപ്പിഫൈസിസ്. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ഗ്രോത്ത് പ്ലേറ്റ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു പോർഷൻ. ഈ ഗ്രോത്ത് പ്ലേറ്റിനെയാണ് എപ്പിഫൈസിയൽ പ്ലേറ്റ് എന്ന് പറയുക. ഇതും ബോണിന്റെ ഗ്രോത്തുമായി ബന്ധപ്പെട്ടാണ് കിടക്കുക. അപ്പോൾ ഇതാണ് എപ്പിഫൈസിയൽ പ്ലേറ്റ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് എപ്പിഫൈസിയൽ പ്ലേറ്റിനെ കുറിച്ചുള്ള ട്രൂ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പിഫൈസിയൽ പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈലൈൻ കാർട്ടിലേജ് ആണ്. അതുപോലെ ഇത് എപ്പിഫൈസിസിലാണ് കാണുക. അതായത് ഈ ഭാഗമാണ് എപ്പിഫൈസിസ്. ഒരു സ്മോൾ പീസായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ എപ്പിഫൈസിസിനോട് ചേർന്നാണ് എപ്പിഫൈസിയൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് പ്ലേറ്റ് എന്നറിയപ്പെടുന്ന ബോണിന്റെ ഭാഗം ഉണ്ടാകുക. ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുക ബോണിന്റെ ഗ്രോത്തിനെ സഹായിക്കുക എന്നുള്ളതാണ്. Question number 6. Inoculation is a method of transmission of disease in option A, cholera, option B, rabies, option C, influenza, and option D, gonorrhea. Correct answer is option B, rabies. Inoculation എന്നുള്ള വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വൈറസ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫോറിൻ ബോഡി അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ കണ്ടെയ്ൻ ആയിട്ടുള്ള ഫ്ലൂയിഡോ മറ്റ് സബ്സ്റ്റൻസോ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന ആ ഒരു ഇൻഫെക്ഷൻ. അപ്പം റാബീസിൽ എന്താ പറ്റുക, പട്ടി കടിക്കുന്ന സമയത്ത് അതിന്റെ സെക്രീഷൻസ്, അതിന്റെ സലൈവ, അതിൽ വൈറസ് അടങ്ങിയിട്ടുണ്ടാവും. ആ ബോഡി സെക്രീഷൻസ് നമ്മുടെ ബോഡിയിലേക്ക് ഡയറക്ട്ലി എൻ്റർ ചെയ്യുന്നു. അതിനെയാണ് ഇനോക്കുലേഷൻ എന്നുള്ള വാക്കുകൊണ്ട് പറയുക. ഇതുപോലെ തന്നെ ഇനോക്കുലേഷൻ എന്ന് പറയുന്ന വാക്ക്
ആർട്ടിഫിഷ്യലി ഇമ്മ്യൂണിറ്റി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തഡായിട്ട് കണ്ടിരുന്നു. എസ്പെഷ്യലി സ്മോൾ പോക്സ് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനോക്കുലേഷൻ എന്നുള്ള വാക്ക് കുറേം കൂടി ഫെമിലിയർ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ വാക്സിനേഷൻ എന്ന വാക്കിനെ പോലെ തന്നെ ഇനോക്കുലേഷൻ എന്നുള്ള പേരും വാക്സിനേഷന്റെ സിനോണിമസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇനോക്കുലേഷൻ എന്നുള്ള മെത്തേഡിലൂടെ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏത് വൈറസ് ആണെന്നുള്ളതാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി റാബീസ് എന്നുള്ളതാണ്. Question number 7. The antibody that provides natural passive immunity in newborn is option A IgA, option B IgD, and option C IgG, and option D IgM. Correct answer is option A IgA. IgA എന്ന് പറയുന്ന ആന്റിബോഡിയാണ് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഫസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്ന കൊളസ്ട്രത്തിലൂടെ ലഭിക്കുക. അങ്ങനെ കുട്ടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാസീവ് ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നു. എന്നാൽ കുട്ടി യൂട്രൈനിലായിരിക്കുന്ന സമയത്ത്, ഫീറ്റസ് ആയിരിക്കുന്ന സമയത്ത്, അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് IgG എന്ന് പറയുന്ന ആന്റിബോഡിയാണ് പ്ലാസന്റയിൽ നിന്നും അംബിലിക്കൽ കോഡിലൂടെ കുട്ടിയിലേക്ക് എത്തുക. അപ്പൊ അങ്ങനെയും ഒരു നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി ഫീറ്റസിന് IgGയിലൂടെ ലഭിക്കുന്നു. IgA കൂടുതലും ലഭിക്കുക കൊളസ്ട്രത്തിലൂടെയാണ്. കുട്ടി അമ്മയുടെ വയറ്റിലിരിക്കുന്ന സമയത്ത് പ്ലാസന്റയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരേ ഒരു ആന്റിബോഡി എന്ന് പറയുന്നത് IgG ആണ്. സ്റ്റാഫ് നഴ്സിന്റെ പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ സി IgG ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ അത് ചാലഞ്ച് ചെയ്യുമ്പോൾ IgA ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. Question number 8. Which among the following is short curved comma shaped bacteria? Option A Vibrio cholera, option B Staphylococcus aureus, option C Streptococcus pyogenes, and option D Treponema pallidum. Correct answer is option A Vibrio cholera. Vibrio cholera എന്ന് പറയുന്നത് ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു കോമ ഇട്ടതുപോലെയുള്ള കോമ ഷേപ്പാണ്. എന്നാൽ സ്റ്റെഫിലോകോക്കസ് ഓറിയസിന്റെ ഇത് റൗണ്ട് ഷേപ്പാണ്. സ്ട്രെപ്റ്റോകോക്കസ് റൗണ്ട് ടു ഓവിയോയിഡ് ഷേപ്പിൽ നമുക്ക് കാണുന്നു. ട്രിപ്പനമ പല്ലേഡിയത്തിന് കോർക്ക് സ്ക്രൂവിന്റെ ഷേപ്പാണ്. കുപ്പിയിൽ നിന്ന് കോർക്ക് എടുക്കുന്ന ആ സ്ക്രൂവിന്റെ ഷേപ്പിലാണ് ട്രിപ്പനമ പല്ലേഡിയത്തിന്റെ സൈസ് ഉള്ളത്. Question number 9. Which among the following statement is not true as a guideline for specimen collection? Option A. Specimen should be collected in a aseptic manner. Option B. There should be no harm to patient during collection of specimen. Option C. Container should be filled to the brim with fluid specimen. And option D. Make every effort to collect specimen before starting anti-microbial therapy. ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് not true എന്നുള്ളതാണ്. Correct answer is option C. Container should be filled to the brim with fluid specimens. അതായത് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്ന സ്പെസിമെൻ ബോട്ടിലിന്റെ വക്കോളം, ബ്രിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വക്കാണ്, വക്കോളം സ്പെസിമെൻസ് നിറയ്ക്കണം എന്നുള്ളതാണ്. അത് ഈ സ്പെസിമെൻ കളക്ഷനുമായി ബന്ധപ്പെട്ട് ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. Question number 10. Gas gangrene is caused by option A Clostridium botulinum, option B Clostridium tetani, option C Clostridium difficile, option D Clostridium perfringens. Correct answer is option D Clostridium perfringens. Question number 11. People seek public recognition, attention and power. This is an example of dash. Option A personal motive, option B social motive, option C unconscious motive, and option D stimulus motive. Correct answer is option B social motive. Social motive എന്ന് പറയുന്നത് പബ്ലിക് റെക്കഗ്നൈസേഷൻ, അറ്റൻഷൻ, പവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ലഭിക്കാനായിട്ട് ഒരാളുടെ ആഗ്രഹത്തെയാണ് സോഷ്യൽ മോട്ടീവ് എന്ന് പറയുക. മോട്ടീവ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഒരു ഗോളിലേക്ക് ഫിസിയോളജിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഒരാൾക്ക് ഉണ്ടാവുന്ന എറോസലിനെയാണ് മോട്ടീവ്സ് എന്ന് നമ്മൾ പറയുക. Question number 12. The inner state of mind caused by presence of two or more opposing desires which make one indecisive is called dash. Option A frustration, option B conflict, option C stress, and option D emotion. Correct answer is option B conflict. Conflict എന്ന് പറയുന്നത് ഒരു മൈൻഡിന്റെ ഒരു ഇന്നർ സ്റ്റേറ്റ് ആണ്. ഇവിടെ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിസൈർസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളാകാം, അല്ലെങ്കിൽ മനസ്സിന്റെ ചില ആവശ്യങ്ങളാകാം. അത് ഒരാളെ ഒരു ഡിസിഷനിലേക്ക് എത്താൻ അനുവദിക്കാതിരിക്കുക അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നത് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് കോൺഫ്ലിക്റ്റ് ആണ്, ഫ്രസ്ട്രേഷൻ അല്ല. കാരണം ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ റെസ്പോൺസ് ആണ്.
ഇത്തരത്തിലുണ്ടാകുന്ന ഒരു ഇൻഡിസിഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥതകൾ കൊണ്ടോ, അതൊരു ഒരാൾ ദേഷ്യപ്പെടുന്നതാകാം, ഒരാൾ അസ്വസ്ഥപ്പെടുന്നതാകാം, അല്ലെങ്കിൽ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാകാം. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇമോഷണൽ റെസ്പോൺസസിനെയാണ് ഫ്രസ്ട്രേഷൻ എന്നുള്ള വാക്കുകൊണ്ട് വിളിക്കാം. സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനും പ്രഷറും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ് സ്ട്രെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അതൊരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള എറോസലും സ്ട്രെസ്സിന്റെ കൂടെ ഉണ്ടാകും. ഇമോഷൻ എന്ന് പറയുന്നത് ഫീലിങ്സ് ആണ്, ഒരു വ്യക്തിയുടെ ഫീലിങ്സ് ആണ്. അത് നമ്മളുടെ ചിന്തകളും മറ്റ് പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള ഫീലിങ്സിനെയാണ് ഇമോഷൻസ് എന്ന് നമ്മൾ വിളിക്കുക. Question number 13. Subsystem of personality that operates on pleasure principle and satisfaction of basic need is option A it, option B ego, option C superego, and option D type A personality. Correct answer is option A it. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ടോപ്പോഗ്രഫി ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന കാര്യം പഠിക്കുക. അപ്പൊ ഇഡ് എന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിയിൽ ഇഡ് നിലനിൽക്കുന്നു. ആ കുട്ടി 5 മുതൽ 6 വയസ്സിലേക്ക് എത്തുമ്പോൾ ആ കുട്ടിയിൽ ഈഗോ ഡെവലപ്പ് ചെയ്യുന്നു. വീണ്ടും ആ കുട്ടി അഡോളസൻസിലേക്ക് എത്തുമ്പോഴേക്കും ആ കുട്ടിയിൽ സൂപ്പർ ഈഗോ വീണ്ടും റാഷണൽ പ്രിൻസിപ്പിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇഡിന്റെ പ്രത്യേകത എപ്പോഴൊക്കെ എനിക്ക് ആവശ്യമുണ്ടോ ആ ആവശ്യം നിറവേറ്റപ്പെടണം, അതാണ് ഇഡ് നോക്കുക. അപ്പൊ അതാണ് പ്ലഷർ പ്രിൻസിപ്പിൾ. അപ്പൊ ഈ പ്ലഷർ പ്രിൻസിപ്പിൾ ബേസിക്കലി ജനിക്കുമ്പോഴേ കുട്ടിയിൽ ഉള്ളതിന്റെ കാരണം ആ കുട്ടിയുടെ സർവൈവലുമായി ബന്ധപ്പെട്ടാണ്. കുട്ടിയുടെ ബേസിക് നീഡ് മീറ്റ് ചെയ്യണമെങ്കിൽ കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, വേറെ ലാംഗ്വേജുകളൊന്നും ഡെവലപ്പ് ആയിട്ടില്ല. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? കരയും. അപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് വരെ കരയും. ആ ബേസിക് നീഡിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ആ പ്ലഷർ പ്രിൻസിപ്പിളെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സൈക്കോളജിക്കൽ ഡിവൈസിനെയാണ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പോയിന്റിനെയാണ് നമ്മൾ ഇഡ് എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് വിളിച്ചിട്ടുള്ളത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഇഡ്. ക്വസ്റ്റ്യൻ നമ്പർ 14. Among the following type of marriage, which one is not considered as polygamy? Option A polygyny, option B serial monogamy, option C polyandry, and option D group marriage. Correct answer is option B serial monogamy. പോളിഗൈനി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒന്നിൽ കൂടുതൽ ഭാര്യമാർ ആയിട്ട് ജീവിക്കുക, അതിനെയാണ്, ആ തരത്തിലുള്ള ഒരു മാരേജ് സിസ്റ്റത്തിനെയാണ് പോളിഗൈനി എന്ന് പറയുക. സീരിയൽ മോണോഗമി എന്ന് പറയുമ്പോൾ മോണോഗമസ് റിലേഷൻഷിപ്പ് ആണ്. അതായത് ഒരേ സമയം ഒരു പാർട്ട്ണർ മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരേ സമയം മാത്രമാണ് ഒരു പാർട്ട്ണർ ഉള്ളത്. അത് ഏതെങ്കിലും കാരണവശാൽ അയാൾ മരണപ്പെട്ടു പോവുകയോ ഡിവോഴ്സ് ആവുകയോ അല്ലെങ്കിൽ പരസ്പരം സംബന്ധിച്ച് വേർപിരിഞ്ഞ് ജീവിക്കുകയോ ചെയ്തിട്ട് വേറൊരു പാർട്ട്ണറായിട്ട് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഇങ്ങനെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ കണ്ടെത്തുന്നതിനെ സീരിയൽ മോണോഗമി എന്നാണ് വിളിക്കുക. ദ വേർഡ് ഇറ്റ് സെൽഫ് സേസ് സീരിയൽ ആയിട്ട് മോണോഗമി, അറ്റ് എ ടൈം വൺ റിലേഷൻ, അതിനെയാണ് സീരിയൽ മോണോഗമി. എന്നാൽ പോളിയാൻഡ്രി എന്ന് പറയുക ഒരു വിമൻ ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നതിനെയാണ് പോളിയാൻഡ്രി എന്ന് പറയുക. ഗ്രൂപ്പ് മാരേജ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഹസ്ബൻഡ്സും മൾട്ടിപ്പിൾ വൈഫ്സും, അതായത് ലീഗൽ പ്രായമെത്തിയ മൾട്ടിപ്പിൾ ഹസ്ബൻഡ്സും വൈഫും കൂടി ചേർന്ന് ജീവിക്കുന്നതിനെ ഗ്രൂപ്പ് മാരേജ് എന്ന് പറയുന്നു. Question number 15. Which of the following is a personality test? Option A thematic apperception test, option B Stanford Binet test, option C Wechsler scale, option D Batia's battery of performance test. Correct answer is option A thematic apperception test. ഇതിനെ പ്രൊജക്റ്റീവ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് വിളിക്കുക. സ്റ്റാൻഫോർഡ് ടെസ്റ്റും വെസ്ലേഴ്സ് ടെസ്റ്റും അതുപോലെ ബാറ്റിയാസ് ബാറ്ററിയും ഇന്റലിജൻസ് ടെസ്റ്റിന്റെ എക്സാമ്പിൾസ് ആണ്. Question number 16. A theatre nurse who was shouted by surgeon comes home and shows anger to her mother. The ego defense used here is option A projection, option B sublimation, option C displacement, and option D compensation. Correct answer is option C displacement. ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനുകളും ഓരോ ഡിഫൻസ് മെക്കാനിസം ആണ്. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അൺവാണ്ടഡ് ഫീലിങ്സ് വേറൊരാളിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുക. ഇപ്പം എന്തെങ്കിലും ദേഷ്യം വന്നിട്ട് ആ ഒരു ഫീലിങ്സ് വേറൊരാളിലേക്ക് പറഞ്ഞു തീർക്കുക. സബ്ലിമേഷൻ എന്ന് പറയുക സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ട് അതിനെ എക്സിബിറ്റ് ചെയ്യുക, കാണിക്കുക, അതാണ് സബ്ലിമേഷൻ. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എ പേഴ്സൺ റീഡയറക്ട്സ് എ നെഗറ്റീവ് ഇമോഷൻ ഫ്രം ഇറ്റ്സ് ഒറിജിനൽ സോഴ്സ് ടു എ ലെസ് ത്രെറ്റനിങ് റെസിപ്പിയന്റ്. അതായത് ഇവിടെ സർജന്റെ കാര്യം പറഞ്ഞ് സർജനെ തിരിച്ച് ചീത്ത വിളിക്കാനായിട്ട് നഴ്സിന് ധൈര്യവും ഇല്ല, നഴ്സിന് അത് ഒക്യുപേഷനലി അത് നഴ്സിനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളൊരു ചിന്ത നഴ്സിനുള്ളതുകൊണ്ട് നഴ്സ് ലെസ് ത്രെറ്റനിങ്,
അതായത് എന്നെ തിരിച്ചൊന്നും പറയില്ല, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുമെന്നുള്ള ലെസ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരാളിലേക്ക് ആ ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. കോമ്പൻസേഷൻ എന്ന് പറയുക ഓവർ അച്ചീവ്മെന്റ് എക്സ്പീരിയൻസ് ബൈ എ പേഴ്സൺ ടു കോമ്പൻസേറ്റ് എ ഫെയിലിയർ ഇൻ അനദർ. പൊക്കം കുറവുള്ള ആള് വേറെ ഏതെങ്കിലും ഒരു കഴിവിലേക്ക് അത് കൂടുതലായിട്ട് അവരുടെ കഴിവ് കാണിക്കുക. ആ പൊക്കക്കുറവിനെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വേറെ ഒന്നിലേക്ക് അവന്റെ കോമ്പൻസേഷൻ ആയിട്ട് ആ കഴിവിനെ കാണിക്കാം. വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ പഠനത്തിൽ വീക്ക് ആയിട്ടുള്ള കുട്ടി സ്പോർട്സിൽ മികവ് കാണിക്കാം. അപ്പൊ അവന്റെ പഠനത്തിലുള്ള കഴിവ് കുറവിനെ സ്പോർട്സിലൂടെ മികവിലൂടെ അവൻ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കാം. Question number 17. Method of psychology in which individual analyze one's own feelings and thoughts they experience is termed as option A observational method, option B developmental method, option C introspective method, option D case history method. Correct answer is option C introspective method. Introspective method എന്ന് പറയുക സ്വയം നിരീക്ഷിക്കലാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മെത്തഡ് ഓഫ് സൈക്കോളജി ഇൻഡിവിജ്വൽ അനലൈസ് വൺസ് ഓൺ ഫീലിംഗ്സ് ആൻഡ് തോട്ട്സ്. ഇൻട്രോ മീൻസ് അകത്തേക്ക്, ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്കാണ് ചെയ്യുക. ഡെവലപ്മെന്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ആയിട്ട് ഡെവലപ്മെന്റ് ആണ്. കേസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു കേസിനെ എടുത്ത് നമ്മൾ പഠിക്കുന്നതിനെയാണ് കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്ന് പറയുക. Question number 18. Among the following, which one is not considered as free thinking? ഇവിടെ ചോദ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് which one is not considered as free thinking. Correct answer is option D reasoning. ഡ്രീമിംഗ് ഫ്രീ തിങ്കിങ് ആണ്, അതിനൊരു ലിമിറ്റേഷനും ഇല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ഡേ ഡ്രീമിംഗ് പകൽ സ്വപ്നം കാണുക, ദിവാസ്വപ്നങ്ങൾ കാണുക, ഇതെല്ലാം ഡേ ഡ്രീമിംഗ് ആണ്. അതുപോലെ ഇമാജിനേഷൻ, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന ഇമാജിനേഷൻ, അതും ഫ്രീ തിങ്കിങ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോട്ട് കൺസിഡേർഡ് ആണ്. റീസണിങ് എന്നുള്ളതാണ് ഇതിന്റെ ശരിയായ ഉത്തരം. അപ്പം റീസണിങ് എന്ന് പറയുന്നത് എന്താണ്? ആൻ ആക്ഷൻ ഓഫ് തിങ്കിങ് അബൌട്ട് സംതിങ് ഇൻ എ ലോജിക്കൽ ആൻഡ് സെൻസിബിൾ വേ. സെൻസിബിൾ ആയിട്ടും ലോജിക്കലായിട്ടും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ റീസണിങ് എന്ന് വിളിക്കുക. Question number 19. Imaginary perception is known as dash. Option A hallucination, option B illusion, option C paresthesia, and option D hyperesthesia. Correct answer is option A hallucination. ഹാലുസിനേഷൻ എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഇല്ലാതെ ആ സോഴ്സിന്റെ പെർസെപ്ഷൻ കാണുക എന്നുള്ളതാണ്. കാണുകയോ കേൾക്കുകയോ സ്മെല്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ടച്ചിങ് ഓർ ക്രോളിംഗ് എക്സ്പീരിയൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ ടേസ്റ്റ് അനുഭവപ്പെടുകയോ, ഇങ്ങനെ 5 സെൻസിലൂടെ വിവിധ തരത്തിലുള്ള ഹാലുസിനേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു. പക്ഷേ അവിടെ ഒരാളുടെ സാന്നിധ്യം ഇല്ലാതെ ഒരാളുടെ രൂപം കാണുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും രൂപങ്ങളോ ഭാവങ്ങളോ ഒക്കെ കാണുന്നു. ഒരാളുടെ ശബ്ദമില്ലാതെ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു. അപ്പോൾ അവിടെ സോഴ്സ് ഇല്ല. അതിനെയാണ് ഹാലുസിനേഷൻ എന്ന് പറയുക. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ട്വിസ്റ്റഡ് ആണ്. ഇമാജിനറി പെർസെപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോൾസ് പെർസെപ്ഷണൽ ചേഞ്ചസ് വിത്തൗട്ട് എനി സ്റ്റിമുലസ് എന്നുള്ളതാണ് ശരിക്കും ഹാലുസിനേഷൻ. പക്ഷേ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഇല്യൂഷൻ എന്ന് പറയുന്നത് മിസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് പെർസെപ്ഷൻ ആണ്. ഒരു സെൻസറി പെർസെപ്ഷനെ മിസ് ഇന്റർപ്രറ്റ് ചെയ്യുക, അതായത് ഒരു കയറിനെ പാമ്പായിട്ട് തിരിച്ചറിയുന്നത് ഇല്യൂഷൻ ആണ്. അപ്പോൾ തെറ്റായിട്ട് ധരിക്കുക. അപ്പോൾ അവിടെ ഇമാജിനറി ഇല്ല. അതുപോലെ പാരസ്തീഷ്യ എന്ന് പറയുന്നത് അബ്നോർമൽ സെൻസേഷൻ ആണ്. അത് ബോഡിയിൽ ടിംഗ്ലിംഗ് ഓർ പ്രിക്കിംഗ് സെൻസേഷൻ, അതായത് പിൻസ് ആൻഡ് നീഡിൽസ് എന്നാണ് കോമൺലി വിളിക്കുക. ഒരു പെരിഫറൽ നെർവ്സിന്റെ ഡാമേജ് മൂലമാണ് ഇത്തരത്തിലുള്ള പാരസ്തീഷ്യ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു അബ്നോർമൽ സെൻസേഷൻ ആണ്, അവിടെയും ഇമാജിനറി ഇല്ല. അതുപോലെ ഹൈപ്പർതീഷ്യ എന്ന് പറയുന്നത് അബ്നോർമൽ ഇൻക്രീസ് ഇൻ സെൻസിറ്റിവിറ്റി ടു സ്റ്റിമുലസ് ഓഫ് ദ സെൻസ്. ഒരു സെൻസിന്റെ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ അതിന്റെ സെൻസിറ്റിവിറ്റി കൂടുതലായിട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുക. ഒരു ഉദാഹരണത്തിന്, നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിന്റെ ശബ്ദം അധികം തിരിച്ചറിയാറില്ല. അപ്പൊ അതിന്റെ ചെറിയതായിട്ടുള്ള ശബ്ദം പോലും വളരെ വലിയ ശബ്ദമായിട്ട് ഒരാൾക്ക് സെൻസിറ്റീവ് ആയിട്ട് അത് അറിയാൻ സാധിക്കുന്നത്, ആ സെൻസേഷൻ അറിയാൻ സാധിക്കുന്നതിനെയാണ് ഹൈപ്പർസ്തീഷ്യ എന്ന് നമ്മൾ വിളിക്കുക. അപ്പൊ അതും ഇമാജിനറി അല്ല. അപ്പൊ അതുകൊണ്ട് ഹാലുസിനേഷൻ തന്നെയാണ് ഇതിന്റെ ശരിയായ ഉത്തരം. Question number 20. Which type of memory is concerned with factual knowledge and abstraction? Option A episodic memory, option B semantic memory, option C flashbulb memory, option D implicit memory. Correct answer is option B semantic memory. എപ്പിസോഡിക് മെമ്മറിയും സെമനറ്റിക് മെമ്മറിയും ലോങ് ടേം മെമ്മറികളുടെ പല ഭാഗങ്ങളാണ്. എപ്പിസോഡിക് മെമ്മറിയിൽ എക്സ്പീരിയൻസസും സിറ്റുവേഷൻസും ചില സ്പെസിഫിക് ലൈഫ് ഇവന്റ്സിനെ റീകളക്ട് ചെയ്യാൻ സാധിക്കുന്ന, അതിനുവേണ്ടി സഹായിക്കുന്ന മെമ്മറിയാണ് എപ്പിസോഡിക് മെമ്മറി. എന്നാൽ സെമനറ്റിക് മെമ്മറി എന്ന് പറയുന്നത് ഫാക്ട്സ്, ഇവന്റ്സ്, കോൺസെപ്റ്റ്സ്, ഐഡിയാസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കൺസേൺ ചെയ്തിട്ടുള്ള മെമ്മറിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ്, ടൈപ്പ് ഓഫ് മെമ്മറി ദാറ്റ് ഈസ് കൺസേൺ ഫോർ ഫാക്ച്വൽ നോളേജ് ആൻഡ് അബ്സ്ട്രാക്ഷൻ.
എന്നാൽ ഫ്ലാഷ് ബൾബ് മെമ്മറി എന്ന് പറയുന്നത് ഇമോഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. ചില സർപ്രൈസിങ് മൊമെന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇമേജോ പിക്ചറോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നത്, അത് ഇമോഷനുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്നതിനെയാണ് ഫ്ലാഷ് ബൾബ് മെമ്മറി എന്ന് നമ്മൾ വിളിക്കാം. ഇംപ്ലിക്റ്റ് മെമ്മറി എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മെമ്മറി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മെമ്മറി എന്നാണ് അതിനെ വേറൊരു പേരിൽ വിളിക്കുക. കാരണം അൺകോൺഷ്യസ് ആയിട്ട് ചില പാസ്റ്റ് എക്സ്പീരിയൻസസ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയത്, അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും അത് ചില കാര്യങ്ങൾ ഓടി നമ്മുടെ മനസ്സിലേക്ക് എത്തും. ആ തരത്തിലുള്ള മെമ്മറിയാണ് ഇംപ്ലിക്റ്റ് മെമ്മറി എന്ന് നമ്മൾ വിളിക്കുക. Question number 21. Disturbance in motor behavior is a typical feature in dash. Option A, paranoid schizophrenia. Option B, disorganized schizophrenia. Option C, catatonic schizophrenia. And option D, residual schizophrenia. Correct answer is option C, catatonic schizophrenia. ഇവിടെ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റർബൻസ് ഇൻ മോട്ടോർ ബിഹേവിയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതെല്ലാം സ്കിസോഫ്രീനിയ, സൈക്കാട്രിക് ഡിസോർഡർ ആണ്, മേജർ മെന്റൽ ഡിസോർഡർ ആണ്. ഈ സ്കിസോഫ്രീനിയയുടെ പലതരത്തിലുള്ള ടൈപ്സ് ആണ്. ഇതിൽ പാരനോയിഡിൽ സസ്പീഷ്യസ്നെസ് ആണ് കൂടുതൽ ഉണ്ടാവുക. കാറ്ററ്റോണിയയിൽ മാത്രമാണ് മോട്ടോർ ബിഹേവിയർ കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. Question number 22. Which of the following is a non-therapeutic communication technique? Option A, sympathy. Option B, humor. Option C, voicing doubt. And option D, using silence. Correct answer is option A, sympathy. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോൺ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക് ആണ്. ഹ്യൂമർ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക് ആണ്. അതുപോലെ വോയിസിങ് ഡൗട്ടും തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക് ആണ്. അതുപോലെ സൈലൻസും തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക് ആണ്. ഇത് ഓരോന്നും തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തെറാപ്യൂട്ടിക് പർപ്പസിന് വേണ്ടി ഈ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എമ്പതി ആണ് ശരിക്കും നമ്മൾ സിമ്പതിക്ക് പകരം ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നോൺ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നത് സിമ്പതിയെ കുറിച്ചാണ്. Question number 23. A form of thought involving preoccupation with inner world and lack of touch with reality is called dash. Option A, illogical thinking. Option B, autistic thinking. Option C, creative thinking. And option D, perseveration. Correct answer is option B, autistic thinking. Preoccupation of inner world and lack of touch with the reality. Autistic thinking il avara inner world ilana autism, schizophrenic patients il autistic thinking common aayittu namukku kaananayitte sadhikkum. Question number 24. Irrational fear of being away from familiar places is termed as option A, acrophobia. Option B, agoraphobia. Option C, aerophobia. And option D, claustrophobia. Correct answer is option B, agoraphobia. ബാക്കി എല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോബിയ ആണ്. അതിൽ എയറോഫോബിയ, ക്ലസ്ട്രോഫോബിയ എല്ലാം സ്പെസിഫിക് ഫോബിയയുടെ ഒരു ഭാഗമാണ്. സർട്ടൻ പ്ലേസസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസിനോടുള്ള ഭയം, അതിനെ അകാരണമായ ഭയത്തെ അഗോറോഫോബിയ എന്നാണ് വിളിക്കുക. Question number 25. Non-stimulant drug with Nor-epinephrine reuptake inhibiting action and used in treatment of ADHD is option A, atomoxetine. Option B, dexamphetamine. Option C, methylphenidate. Option D, pimoside. Correct answer is option B, atomoxetine. Atomoxetine എന്ന് പറയുന്നത് ഒരു നോൺ അഡ്രിനാലിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ ആണ്. ഇവിടെ സിനാപ്റ്റിക് സ്പേസ്, ഇതൊരു സിനാപ്റ്റിക് സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്ന നോൺ അഡ്രിനാലിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഫംഗ്ഷൻ പോസ്റ്റ് സിനാപ്റ്റിക്കിൽ ഒരു ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം യൂഷ്വലി ഇത് റീഅപ്ടേക്ക് ചെയ്യപ്പെടുന്നു, വെസിക്കിളിലേക്ക് റീഅപ്ടേക്ക് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ റീഅപ്ടേക്ക് ചെയ്യുന്നതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗാണ് അറ്റോമോക്സിറ്റിൻ. അപ്പോൾ അറ്റോമോക്സിറ്റിൻ അതുകൊണ്ടാണ് നോൺ അഡ്രിനാലിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ എന്ന് വിളിക്കുക. അപ്പോൾ അതൊരു സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലന്റ് അല്ല, നെർവസ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യുന്നതല്ല, അതിനെ നോൺ സ്റ്റിമുലന്റ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ്. അപ്പോൾ ഇത് ADHDയിലാണ് ഇത് യൂസ് ചെയ്യുക. ADHD എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിഷ്യന്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡറിലാണ് ഈ ഡ്രഗ് കുട്ടികൾക്ക് കൊടുക്കുക. Question number 26. Recurrent episodes of acute severe anxiety that leads to physical symptoms and feelings of impending doom is option A, generalized anxiety disorder. Option B, obsession compulsive disorder. Option C, panic disorder. And option D, conversion disorder. Correct answer is option C, panic disorder.
ഇവിടെ ചോദിച്ചിരിക്കുന്നത് റെക്കറന്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട്. അക്യൂട്ട് സിവിയർ ആങ്സൈറ്റി, അതാണ് അക്യൂട്ടും സിവിയർ ആയിട്ടുള്ള ഒരു ആങ്സൈറ്റി ആണ്. അത് ഒരാളിൽ ഫിസിക്കൽ സിംറ്റംസ് ഉളവാക്കുന്നു. അതുകൂടാതെ ഫീലിംഗ് ഓഫ് ഇംപെൻഡിങ് ഡൂം എന്ന് പറഞ്ഞാൽ എല്ലാം നശിച്ചു, ഇനി എനിക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ആ ഒരു തരത്തിലുള്ള ഒരു ഫീലിംഗ്, ആ ഒരു ഫീലിങ്ങിനെയാണ് ഇംപെൻഡിങ് ഡൂം കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അത്തരത്തിലുണ്ടാവുന്ന ഒരു ഡിസോർഡർ ആണ് പാനിക് ഡിസോർഡർ. ഇവിടെ എല്ലാം ന്യൂറോട്ടിക് കണ്ടീഷൻസ് ആണ്, സൈക്കാട്രിയുമായി റിലേറ്റ് ചെയ്താണ് വരിക. അപ്പോൾ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, പാനിക് ആങ്സൈറ്റി ഡിസോർഡർ, ഇത് രണ്ടും ഒരു കാറ്റഗറിയിൽ വരുന്ന രണ്ട് വകഭേദങ്ങളാണ്. അപ്പോൾ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ അല്ല, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അല്ല, അതുപോലെ കൺവേർഷൻ ഡിസോർഡർ അല്ല, പാനിക് ഡിസോർഡർ ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. Question number 27. A boy who is very poor in his studies was not scolded by his father when he secured a pass mark in his exam. This is an example of dash. Option A, positive reinforcement. Option B, negative reinforcement. Option C, flooding. And option D, systematic desensitization. Correct answer is option A, positive reinforcement. Kerala PSC staff nurse examination answer key, provisional answer key, നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് കാണിച്ചിട്ടുള്ളത്. പക്ഷേ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്നാണ് പറയുക. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഒരു കുട്ടി വീണ്ടും വീണ്ടും തെറ്റ് കാണിക്കുന്ന സമയത്ത് അവനെ പണിഷ് ചെയ്യുക, ആ പണിഷ് ചെയ്തുകൊണ്ട് അവനെ കറക്റ്റ് കൺസൈൻസിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുക. ഫ്ലഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു പേടിയുള്ള, ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ആ സിറ്റുവേഷനിലേക്ക് അവരെ കൺട്രോൾഡ് എൻവയോൺമെന്റിൽ എക്സ്പോസ് ചെയ്യുക, പെട്ടെന്ന് എക്സ്പ്ലോസ് ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്ലഡിംഗ് എന്നിടുക. അതായത് വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയുള്ള ഒരാളെ പെട്ടെന്ന് ഒരാൾ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നത് പോലെയുള്ള അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് കൊടുക്കുന്നതാണ് ഫ്ലഡിംഗ്. സിസ്റ്റമിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നതും ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഫിയർഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളതിനെ ഡീസെൻസിറ്റൈസ് ചെയ്ത് ആ ഒരു ഫിയർ അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റീനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നു. അതിനെയാണ് സിസ്റ്റമിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് നമ്മൾ വിളിക്കാം. പക്ഷേ ഇവിടെ ചോദ്യത്തിൽ കുട്ടി പൂറാണ്, അതുകൊണ്ട് അവൻ്റെ റിസൾട്ടിൽ അവന് പാസ് മാർക്ക് ലഭിച്ചു. പക്ഷേ പേരന്റ് അവനെ അപ്രീഷിയേറ്റും ചെയ്യുന്നില്ല, വഴക്കും പറയുന്നില്ല. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ഫോം ചെയ്തതിലുള്ള എന്തെങ്കിലും പെശകാണോ, അതോ ഈ പറഞ്ഞ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് മീറ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ അതിൽ 100% ഫുൾഫിൽ ചെയ്യുന്നില്ല. അതുപോലെ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റിന്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാനും 100% അത് ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നില്ല. Constantly punishing or giving a negative experiences to a person for a negative behavior, so that the child will not repeat the same thing. പക്ഷേ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റിൽ കോൺസ്റ്റന്റ്ലി അപ്രൈസിങ് ഓർ ഗിവിംഗ് പ്രൈസ് ഓർ പോസിറ്റീവ് റെസ്പോൺസ് ടുവേർഡ്സ് എ ഗുഡ് ബിഹേവിയർ, so that the child will encouraged to do the same activity. പക്ഷേ ഇതിൽ ആ ഒരു ക്വസ്റ്റ്യൻസിൽ അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ എ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്നാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് PSCയിൽ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചാലഞ്ച് ചെയ്യപ്പെടാവുന്ന ഒരു ചോദ്യമാണ്. അപ്പം നമുക്ക് ചാലഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം എന്നുള്ളത് നമുക്ക് കാണാം. Question number 28. Which among the following is a hallucinogen that is known as peace pill? Option A, lysergic acid diethylamide. Option B, phencyclidine. Option C, amphetamine. And option D, heroin. Correct answer option B, phencyclidine ആണ്. ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നതെല്ലാം അബ്യൂസ് ചെയ്യപ്പെടുന്ന ഓരോ തരത്തിലുള്ള ഡ്രഗുകളാണ്. അതിൽ ഹാലുസിനോജൻ കാറ്റഗറിയിലെ ഫെൻസൈക്ലിഡിൻ ആണ് പീസ് പിൽ എന്നുള്ള ഓമന പേരിൽ അറിയപ്പെടുക. Question number 29. Among the side effects of antidepressants, which of the following is not an autonomic side effect? Option A, dry mouth. Option B, orthostatic hypotension. Option C, mydriasis. And option D, sedation. Correct answer is option D, sedation. Dry mouth, orthostatic hypotension, mydriasis ഇതെല്ലാം autonomic side effects ആണ്. ആന്റിഡിപ്രസന്റ് മെഡിക്കേഷൻസ് എടുക്കുന്ന സമയത്ത് പേഷ്യൻസിൽ കോമൺ ആയിട്ട് നമുക്ക് കാണാവുന്ന ഓട്ടോണോമിക് സൈഡ് എഫക്ട്സ് ആയിട്ടാണ് ഇവയെ കൺസിഡർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതേ പേഷ്യൻസിൽ ആന്റിഡിപ്രസൻസ് എടുക്കുന്ന പേഷ്യൻസിൽ CNS എഫക്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഫക്റ്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഫക്റ്റ് ആണ് സെഡേഷൻ. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ശരിയായ ഉത്തരം.
Question number 30. Mr. X developed features of depression after his divorce. Here, divorce is considered as dash. Option A, precipitating factor. Option B, perpetuating factor. Option C, predisposing factor. And option D, personality factor. Correct answer is option A, precipitating factor ആണ്. Psychiatry conditions etiological factors അല്ലെങ്കിൽ causes of mental illnessുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന 3 ഫാക്ടറുകളാണ് predisposing factor, precipitating factor, perpetuating factor. ഇതിൽ predisposing factor എന്ന് പറയുന്നത് അയാളിൽ തന്നെ ഉള്ള ചില ഘടകങ്ങളാണ്. അത് ബയോളജിക്കൽ ഫാക്ടർ ആകാം, ഹെറിഡിറ്ററി ഒരു predisposing factor ആണ്. അതുപോലെ എന്തെങ്കിലും ബയോളജിക്കൽ അതിലുള്ള ചേഞ്ചസ് അതൊക്കെ ഒരു predisposing factor ആണ്. എന്നാൽ precipitating factor എന്ന് പറയുന്നത് factors that triggers the outcome of the mental illness or triggers the onset of mental illness. അപ്പോൾ മെന്റൽ ഇൽനെസ് ഉണ്ടാവാൻ അത് എക്സിബിറ്റ് ചെയ്യാൻ കാരണമാകുന്ന ഫാക്ടറുകളെയാണ് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ. നമുക്കറിയാം പ്രസിപ്പിറ്റേറ്റിംഗ് കാരണമാകുന്ന ഫാക്ടേഴ്സ്. അതേസമയം പെർപിച്യുവേറ്റിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് എന്നും ഈ ഫാക്ടേഴ്സ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഉള്ള കണ്ടീഷൻ കുറേ കൂടി വേഴ്സ് ആവാനായിട്ട് കാരണമാകുന്നത്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആങ്സൈറ്റി 2 തരത്തിലുണ്ട്. ട്രയറ്റ് ആങ്സൈറ്റി ഉണ്ട്, സ്റ്റേറ്റ് ആങ്സൈറ്റി ഉണ്ട്. ട്രയറ്റ് ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആങ്സൈറ്റിയിൽ ഒരാൾ ജന്മന തന്നെ കുറച്ച് ആങ്സൈറ്റി ഉള്ള ആളായിരിക്കും. ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ആകുലപ്പെടുക, ഉത്കണ്ഠപ്പെടുക, എങ്ങനെ ചെയ്യും, അയ്യോ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് അവർ ആകുലപ്പെടുന്നത് അത് അവർ ട്രയറ്റ് ആങ്സൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കി അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ജോലി നഷ്ടപ്പെടുക, അതുപോലെ ബിസിനസ്സിൽ ലോസ് ഉണ്ടാവുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫാക്ടറുകളെല്ലാം അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണറിനെ ലഭിക്കുക, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും അതിനെ വളരെ മോശമാകാനായിട്ട് കാരണമാകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഫാക്ടറുകളെയാണ് perpetuating factors or contributing factors എന്ന് പറയുക. Question number 31. Which among these are freeze sensitive vaccines? Option A, DPT, hepatitis B, TT and HPV. Option B, BCG, OPV, MMR and JE. Option C, HIB, DPT, MR and OPV. And option D, hepatitis B, TT, MMR and OPV. Correct answer is option A, DPT, hepatitis B, TT, tetanus toxoid and HPV, human papilloma virus vaccine. ഈ വാക്സിനുകൾ ഫ്രീ സെൻസിറ്റീവ് വാക്സിനുകളായിട്ടാണ് അറിയപ്പെടുക. Question number 32. Which is the proper order of the referral system? Correct answer is option B, subcenter, PHSC, CHSC, district hospital, medical college, hospital. അതായത് ഗവൺമെന്റൽ സെറ്റിംഗിൽ റഫറൽ നടക്കുന്നത് എങ്ങനെയാണ്, ഒരു പേഷ്യന്റ് റഫറൽ ലോവർ ടു ഹയർ ലെവലിലേക്ക് എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ പ്രോപ്പർ ഓർഡർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സബ് സെന്ററിൽ നിന്നും PHSC, PHSCയിൽ നിന്ന് CHSC, CHSCയിൽ നിന്നും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, അവിടെ നിന്നും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്കാണ് റഫറൻസ് നടക്കുക. Question number 33. A baby whose birth weight is 3 kg, what is his required weight at the age of 4 years? Options 6 kg, option B 12 kg, option C 16 kg and option D none of the above. Correct answer എന്ന് പറയുന്നത് correct answer is option C 16 kg. Advanced Pediatric Life Support Guidelines അനുസരിച്ചിട്ട് 1 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല എന്ന് പറയുന്നത് വെയിറ്റ് ഈസ് ഈക്വൽ ടു 2 into ഏജ് ഇൻ ഇയേഴ്സ് പ്ലസ് 4. അതായത് കുട്ടിയുടെ ഏജ് ഇൻ ഇയേഴ്സ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പം 2 into 4 plus 4 എന്ന് പറയുന്നത് 4 plus 4 8, 8 into 2 16. 16 kg ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Question number 34. Expand the full form of ICTC. Option A, in service continuation of training and counseling. Option B, integrated counseling and testing centers. Option C, information communication teaching and counseling. And option D, integrated COVID testing centers. Correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഇന്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെന്റേഴ്സ്. ICTC എന്ന് പറയുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ആണ്. HIV കേസുകളെ ടെസ്റ്റ് ചെയ്യാനും അത്തരത്തിലുള്ള ആളുകളെ കൗൺസിൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് ICTC ഓരോ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മെയിൻ ആയിട്ടും ICTCയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് HIV ട്രാൻസ്മിഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവബോധം കൊടുക്കുക, അതുപോലെ റിസ്ക് വൾണറബിലിറ്റി കുറയ്ക്കാനായിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചുകൾ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ HIV പ്രിവെൻഷനും അതിന്റെ കെയറും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആളുകളുമായിട്ട് ചർച്ച ചെയ്യുക, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ICTCയുടെ ബേസിക് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക.
Question number 35. Among the following, which is not a function of World Health Organization? Option A, prevention and control of communicable diseases. Option B, family health. Option C, occupational health. And option D, health statistics. Correct answer is option C, occupational health. Prevention and control of communicable disease എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഫാമിലി ഹെൽത്തും ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും WHO പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നോട്ട് എ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫംഗ്ഷൻ അല്ലാത്തത് ഒക്യുപേഷണൽ ഹെൽത്ത് ആണ്. Question number 36. Which anti-tuberculosis drug cause poor vision and difficulty in color perception? Option A, streptomycin. Option B, ethambutol. Option C, rifampicin. Option D, pyrazinamide. Correct answer എന്ന് പറയുന്നത് correct answer is option B, ethambutol. ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡ്രഗുകളും ആന്റി ട്യൂബർകുലോസിസ് ഡ്രഗുകളാണ്. ഇതിൽ എത്താംബ്യൂട്ടോൾ യൂസ് ചെയ്യുന്ന പേഷ്യൻസിൽ ബ്ലേർഡ് വിഷൻ, വിഷ്വൽ സിംറ്റംസ് കൂടുതലായിട്ട് കാണുന്നു. ബ്ലേർഡ് വിഷൻ, അതുപോലെ വിഷ്വൽ അക്യൂറ്റി കുറവുള്ളതായിട്ട് കാണുന്നു. അതുപോലെ റെഡ് കളർ, ഗ്രീൻ കളറുകൾ കറക്റ്റായിട്ട് പെർസീവ് ചെയ്യാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ് കാണുന്നു. ഇത്തരത്തിലുള്ള വിഷ്വൽ സിംറ്റംസ് എല്ലാം സജസ്റ്റ് ചെയ്യുന്നത് ഒപ്റ്റിക് ന്യൂറൈറ്റിസിന്റെ പ്രസൻസ് ആണ്. അതുകൊണ്ട് എത്താംബ്യൂട്ടോൾ യൂസ് ചെയ്യുമ്പോൾ ഒപ്റ്റിക് ന്യൂറൈറ്റിസിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഒപ്റ്റിക് ന്യൂറൈറ്റിസ് എന്ന് പറയുന്നത് ഒപ്റ്റിക് നെർവിനുണ്ടാവുന്ന സ്വെല്ലിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷണറി ചേഞ്ചസ് ആണ്. അപ്പൊ അങ്ങനെ ഒപ്റ്റിക് നെർവിനുണ്ടാവുന്ന ഇൻഫ്ലമേഷനും സ്വെല്ലിങ്ങും കാരണം വിഷൻ ബ്ലർ ആവുകയും കളറിനെ കൃത്യമായി പെർസീവ് ചെയ്യാൻ സാധിക്കാതെ വരികയും വിഷ്വൽ അക്യൂറ്റി കുറഞ്ഞു വരുന്നതായിട്ടും കാണുന്നു. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, എത്താംബ്യൂട്ടോൾ. Question number 37. The key indicator of maternal nutrition is or are option A, maternal weight. Option B, birth weight of the baby. Option C, option A and option B. And option D, none of the above. Correct answer is option C, maternal weight and birth weight of the baby. കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഇതിന്റെ ഓപ്ഷൻ ബർത്ത് വെയിറ്റ് ഓഫ് ദ ബേബി എന്നാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷേ കീ ഇൻഡിക്കേറ്റർ ഓഫ് മെറ്റേണൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് കൊണ്ട് ക്വസ്റ്റ്യനിൽ അവർ ഉദ്ദേശിച്ചത് മെറ്റേണൽ ന്യൂട്രീഷൻ അഡിക്വേറ്റ് ആയിട്ട് കുട്ടിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കീ ഇൻഡിക്കേറ്റർ എന്താണെന്നാണോ ഉദ്ദേശിച്ചതെന്നുള്ളതാണ് എൻ്റെ സംശയം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബർത്ത് വെയിറ്റ് ഓഫ് ദ ബേബി ആണ് ആൻസർ കീ അനുസരിച്ച്. പക്ഷേ മെറ്റേണൽ ന്യൂട്രീഷൻ നന്നായി പോകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന കീ ഇൻഡിക്കേറ്റർ എന്താണ് എന്നാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചതെങ്കിൽ ഓപ്ഷൻ എ മെറ്റേണൽ വെയിറ്റ് ഗെയിനും അതുപോലെ ബർത്ത് വെയിറ്റ് ഓഫ് ദ ബേബിയും ഒരേപോലെ മെറ്റേണൽ ന്യൂട്രീഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കീ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ചോദ്യം നമുക്ക് ചാലഞ്ച് ചെയ്യപ്പെടാവുന്നതാണ്. കാരണം കീ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് മെറ്റേണൽ ന്യൂട്രീഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ രണ്ട് രീതിയിലും ഇതിനെ വേണമെങ്കിൽ ഒരാൾക്ക് പെർസീവ് ചെയ്യാം. മെറ്റേണൽ ന്യൂട്രീഷൻ നന്നായി കിട്ടുന്നുണ്ട് കുട്ടിക്ക് എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ബർത്ത് വെയിറ്റ് ഓഫ് ദ ബേബിയാണ്. എന്നാൽ മെറ്റേണൽ ന്യൂട്രീഷൻ, അമ്മയ്ക്ക് ന്യൂട്രീഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മെറ്റേണൽ അമ്മയുടെ വെയിറ്റിന്റെ ഗെയിനും അതുപോലെ കുട്ടിയുടെ വെയിറ്റിന്റെ ഗെയിനും രണ്ടും ഒരേപോലെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Question number 38. How many doses of vitamin A should be given to a child from 9 months of age up to 5 years? Option A, 10 doses. Option B, 8 doses. Option C, 3 doses. And option D, 9 doses. Correct answer എന്ന് പറയുന്നത് 9 ഡോസ് ആണ്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് എവറി 6 months നമ്മൾ കൊടുക്കേണ്ടത്. അത് 5 വയസ്സ് വരെ നമ്മൾ ആ ഒരു 6 months ഇന്റർവെല്ലിൽ നമ്മൾ കൊടുക്കണം. അങ്ങനെ 9 ഡോസസ് ആണ് നമുക്ക് കൊടുക്കാനായിട്ട് 9 മാസം തൊട്ട് 5 വയസ്സിന്റെ ഇടയിൽ നമുക്ക് കൊടുക്കേണ്ട നമ്പർ ഓഫ് ഡോസസ്. Question number 39. Wearing of mask during a pandemic is an example of which level of prevention? Option A, primordial prevention. Option B, primary prevention. Option C, secondary prevention. And option D, tertiary prevention. Correct answer is option B, primary prevention. Primordial prevention ഉം primary prevention ആയിട്ട് നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ കൺഫ്യൂഷൻ വരാം. അപ്പോൾ മാസ്ക് ധരിക്കുന്നത്, പാൻഡമിക്കിൽ മാസ്ക് ധരിക്കുന്നത് ഏത് ലെവൽ ഓഫ് പ്രിവെൻഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ദ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രിവെന്റിങ് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഡിസീസ്, അതുകൊണ്ടാണ് ഇവിടെ പ്രിവെന്റിങ് ബോൾഡ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് റിസ്ക് ഫാക്ടേഴ്സിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തേൽ ഡെവലപ്മെന്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സിനെ ഒഴിവാക്കുക, എന്നാൽ പ്രൈമറി പ്രിവെൻഷനിൽ എക്സിസ്റ്റിംഗ് റിസ്ക് ഫാക്ടേഴ്സിനെ പ്രിവെന്റ് ചെയ്യുക, അങ്ങനെ ഡിസീസ് ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യുക. അപ്പോൾ മാസ്ക് യൂസ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ ആണ്, റെസ്പിറേറ്ററി
ഇൻഫെക്ഷൻസ് ഉണ്ടാവാം പാൻഡമിക്കിൽ. അപ്പോൾ ആ റെസ്പിറേറ്ററിനെ തടസ്സപ്പെടുത്തി ആ റിസ്ക് ഫാക്ടർ ഒഴിവാക്കാം. അതേ ബ്രീതിങ്ങിലൂടെ അത് ഇൻഹേൽ ചെയ്യുന്ന റിസ്ക് ഒഴിവാക്കുക. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പ്രൈമറി പ്രിവെൻഷൻ. Question number 40. The basic measurement tool in epidemiology are listed below except option A averages, option B rate, option C ratio, and option D proportions. Correct answer is option A averages. എപ്പിഡമോളജിയുടെ ബേസിക് മെഷർമെന്റ് ടൂൾ എന്നുള്ളതാണ്. എപ്പിഡമോളജിക്കൽ ടൂൾസ് പലതുണ്ട്. അതിൽ ബേസിക് മെഷർമെന്റ് ടൂള് എന്നറിയപ്പെടുന്നത് റേറ്റ്, റേഷ്യോ, പ്രൊപ്പോർഷൻസ്, ഈ മൂന്നാണ് എപ്പിഡമോളജിക്കൽ ബേസിക് മെഷർമെന്റ് ടൂൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ശരി ഉത്തരം ആവറേജസ് ആണ്. Question number 41. Phlebistotic axis is a point at intersection of option A mid-axillary line and line drawn through 4th intercostal space, option B anterior axillary line and 6th intercostal space, option C posterior axillary line and 5th intercostal space, and option D anterior axillary line and mid-clavicular line. Correct answer is option A mid-axillary line and line drawn through 4th intercostal space. Phlebistotic axis എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈൻ ഡ്രോ ചെയ്യുന്നതാണ്. മിഡാക്സിലറി ലൈനിൽ നിന്നും ഇന്റർകോസ്റ്റൽ സ്പേസ്, 4th ഇന്റർകോസ്റ്റൽ സ്പേസ് അറ്റ് ദ സ്റ്റെർണത്തിലേക്ക് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ്. എന്തിനാണ് ഈ ഒരു ആക്സിസ് പോയിന്റ് നമ്മൾ യൂസ് ചെയ്യുക? അതായത് വേരിയസ് പ്രഷർ റീഡിങ്സിന്റെ ആക്യുറസിയെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഹീമോഡൈനാമിക് മോണിറ്ററിംഗ് ഡിവൈസസിന്റെ റഫറൻസ് പോയിന്റിന് 0 ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതിന്റെ ആക്യുറസി, അതുവഴി നമുക്ക് ആക്യുറസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആക്സിസ് നമ്മൾ യൂസ് ചെയ്യുക. Question number 42. Tall, tented or peaked T wave in ECG indicate option A hypernatremia, option B hyperkalemia, option C hyponatremia, and option D hypokalemia. Correct answer is option B hyperkalemia. T wave tall and tented ആയിട്ട് നമുക്ക് കാണുന്നത് ECGയിൽ കാണുന്നത് ഹൈപ്പർകലീമിയ ഉള്ള പേഷ്യൻസിലാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. PQRST, സി ഇവിടെ ടോൾ ആയിട്ടുള്ള ടെൻഡഡ് പീക്ക് വേവ്സിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പോയിന്റഡ് ആണ്. അതുപോലെ ഹൈപ്പോകലീമിയയിലാണെങ്കിൽ ടി വേവ് ഇൻവേർഷൻ ആണ് വരിക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഹൈപ്പോകലീമിയ അല്ല. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹൈപ്പർകലീമിയ. Question number 43. Name of the receptor on epidermis that transmit stimuli to the axon through a chemical synapse. Option A Langerhans cells, option B Merkel cell, option C Woodzer cell, and option D Berger cell. Correct answer is option B Merkel cells. എപ്പിഡെർമിസ്, സ്കിന്നിന്റെ ഏറ്റവും പുറത്തുള്ള ഒരു ലെയർ ആണ് എപ്പിഡെർമിസ്. ഈ എപ്പിഡെർമിസിന്റെ ഒരു ലാർജർ എൻലാർജ്മെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എപ്പിഡെർമിസിൽ നെർവ് എൻഡിങ്സുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്ത് കാണുന്ന സെല്ലുകളാണ് മെർക്കൽ സെൽസ് എന്ന് നമ്മൾ അറിയപ്പെടുക. ഇവിടെ റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ റെഡ് കളറിൽ കാണുന്നത് മെർക്കൽ സെല്ലുകളാണ്. ഈ സെല്ലുകളായിട്ടാണ് നെർവ് വന്ന് ടച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കാം? ഒരു സെൻസറി എക്സ്പീരിയൻസസിനെ കെമിക്കൽ സിനാപ്സിസിലൂടെ നെർവിന്റെ ആക്സോണിലേക്ക് ഈ സ്റ്റിമുലസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റിസപ്റ്റർ, എപ്പിഡെർമിസിലുള്ള റിസപ്റ്ററിന്റെ പേര് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മെർക്കൽ സെൽസ് ആണ്. Question number 44. V.A.C in V.A.C dressing stands for option A venous applicant cover, option B venous arterial control, option C vacuum assisted closure, option D vascular area coverage. Correct answer is option C vacuum assisted closure. എന്താണ് വാക്വം അസിസ്റ്റഡ് ക്ലോഷർ? ഒരു വാക്വം പമ്പിന്റെ സഹായത്തോടു കൂടി അതിൽ നിന്നുള്ള ഒരു ട്യൂബ്, വാക്വം പ്രഷർ ഒരു ഡ്രസ്സിംഗ് പാറ്റിനെ ഒരു തിൻ ഫിലിമിനായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ ഇതിലൂടെ ഒരു വാക്വം, ഒരു സക്ഷൻ ഫീലിംഗ് അതിലേക്ക് കൊണ്ടുവരുന്നു. ഈ വാക്വത്തിലൂടെ സെക്രീഷൻസിനെ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഒരു ടെക്നിക്കിനെയാണ് വാക്വം അസിസ്റ്റഡ് ക്ലോഷർ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ വൂണ്ട് തെറാപ്പി എന്ന് നമ്മൾ പറയുക. കൂടുതലായിട്ടും ബേൺസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വൂണ്ടുകളിലൊക്കെ ഇത്തരത്തിലുള്ള ടെക്നിക്ക് യൂസ് ചെയ്ത് കണ്ടുവരുന്നു. Question number 45. Arterial blood gas value showing pH 7.3, partial pressure of carbon dioxide 56 mmHg,
Bicarbonate level 24 milliequivalents per liter indicates option A, uncompensated metabolic acidosis, option B, uncompensated respiratory acidosis, option C, compensated respiratory acidosis, and option D, compensated metabolic alkalosis. Correct answer is option B, uncompensated respiratory acidosis. അതായത് ABG അനാലിസിസിൽ pHന്റെ ലെവലും പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈകാർബണേറ്റ് ലെവലിന്റെയും നോർമൽ വാല്യൂസുമായി തട്ടിച്ചാണ് നമ്മൾ നോക്കുക. ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സിനുള്ള ടോപ്പിക്കാണ്. ഇപ്പോൾ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം അൺകോമ്പൻസേറ്റഡ് റെസ്പിറേറ്ററി അസിഡോസിസ് ആണെന്ന് ഓർത്ത് വെക്കാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. Question number 46. On physical examination, you were able to identify pulse deficit. It indicates possibility of having dash. Option A, left heart failure. Option B, myocardial infarction. Option C, cardiac dysrhythmia. And option D, aortic regurgitation. Correct answer is option C, cardiac dysrhythmia. Pulse deficit എന്ന് പറയുന്നത് എപ്പിക്കൽ ആൻഡ് പെരിഫറൽ പൾസുകൾ തമ്മിലുള്ള അതിന്റെ റേറ്റ്സിലുള്ള വ്യത്യാസമാണ്. യൂഷ്വലി പൾസ് ഡെഫിഷ്യറ്റ് കൂടുതലായിട്ടും കാണുന്നത് ഡിസ്റിഥമിയയിലാണ്. ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന ഒരു ഡിസ്റിഥമിയയിലാണ് ഏറ്റവും കൂടുതലായിട്ട് അപ്പെക്സ് റേഡിയൽ പൾസ് ഡെഫിഷ്യറ്റ് കണ്ടുവരിക. Question number 47. Administration of Mesna with a chemotherapy agent helps in option A, favoring the destruction of cancer cells, option B, protecting the cells, option C, preventing formulation of uric acid, uric cells, and option D, increasing production of WBC. Correct answer is option B, protecting the cells. Mesna എന്ന് പറയുന്നത് കീമോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. ഇത് സൈറ്റോപ്രൊട്ടക്റ്റൻസ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ഈ മെഡിക്കേഷൻസ് വരിക. അപ്പോൾ ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത് ചില സെല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യാണ്. യൂഷ്വലി ബ്ലാഡർ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള സെല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെസ്ന എന്ന് പറഞ്ഞ ഡ്രഗ് യൂസ് ചെയ്യുക. Question number 48. Your patient complains of dry mouth with swallowing difficulty. Which among the following drugs can produce these side effects? Option A, dicyclomine. Option B, pyrandyl palmoate. Option C, griseofluvin. Option D, naloxone. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഡൈസൈക്ലോമിൻ ആണ്. ഡൈസൈക്ലോമിൻ എന്ന ആന്റികൊളിനർജിക്സിലാണ് വരിക. ഈ ഡ്രഗുകൾ യൂസ് ചെയ്യുന്നത് ഇൻഡസ്റ്റൈൻ്റെയും അതുപോലെ സ്റ്റൊമക്കിന്റെയും സ്മൂത്ത് മസിൽസിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തുള്ള ഡിസീസ് കണ്ടീഷനിലാണ് ഈ ഡ്രഗ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സ്മൂത്ത് മസിൽ റിലാക്സേഷൻ കൊടുക്കുന്നതിന് തന്നെ ഈസോഫാഗസിലും ഈ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇത് സ്വോളോയിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ ഡ്രൈ മൗത്തും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന സൈഡ് എഫക്റ്റ് ആണ്. പൈറൻഡൽ എന്ന് പറയുന്നത് ഒരു ആന്റി എൽമെന്തിക് മെഡിക്കേഷൻ ആണ്. ഗ്രിസിയോഫ്ലൂവിൻ എന്ന് പറയുന്നത് ആന്റി ഫംഗൽ മെഡിസിൻ ആണ്. നെലക്സോൺ എന്ന് പറയുന്നത് ഓപ്പിയോയിഡിന്റെ ഓവർഡോസിന് എസ്പെഷ്യലി ഓപ്പിയോയിഡ് റിലേറ്റഡ് ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ആന്റിഡോട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് നെലക്സോൺ. Question number 49. Goniometer is used to assess option A, intracapsular pressure, option B, intra ocular pressure, option C, range of motion, and option D, muscle mass. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, റേഞ്ച് ഓഫ് മോഷൻ ആണ്. ഗോണിയോമീറ്റർ എന്ന് പറയുന്നത് കൈകാലുകളുടെയും ജോയിൻസിന്റെയും റേഞ്ച് ഓഫ് മോഷനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. റീഹാബിലിറ്റേഷൻ പ്രോസസ്സിലാണ് ഇത് കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുക. Question number 50. Angle brachial index value greater than 0.9 indicate option A, calcification of blood vessels, option B, diminished blood flow, option C, normal blood flow, and option D, high output failure. Correct answer is option C, normal blood flow. കേരള PSC സ്റ്റാഫ് നഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീയില് പ്രൊവിഷണൽ ആൻസർ കീയില് ഓപ്ഷൻ ബി, ഡിമിനിഷ്ഡ് ബ്ലഡ് ഫ്ലോ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് ആംഗിൾ ബ്രേക്കിയൽ ഇൻഡെക്സ് വാല്യൂ എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ആംഗിൾ ബ്രേക്കിയൽ ഇൻഡെക്സ് വാല്യൂ അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് പെരിഫറൽ ആർട്ടറി ഡിസീസസിനെ കണ്ടെത്താനായിട്ട് യൂസ് ചെയ്യുന്ന എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് യൂസ് ചെയ്യുന്ന നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹയസ്റ്റ് പ്രഷർ ഇൻ ദ റൈറ്റ് ഫുട്ട്, അതായത് ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് പ്രഷർ ഇൻ ബോത്ത് ആംസിലുള്ള ഹയസ്റ്റ് പ്രഷർ. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് ഇവിടെ ടേബിളർ കോളത്തിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഇവിടെ നോർമൽ എന്താണെന്ന് നമുക്ക് നോക്കാം. 0.9 to 1 എന്ന് പറയുന്ന പോയിന്റ് ആണ് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. പക്ഷേ 0.1 to 1.4 എന്ന് പറഞ്ഞ വാല്യൂ നോർമൽ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. ഇവിടെ നമ്മളിവിടെ നോക്കുമ്പോൾ റെക്കമെൻഡേഷനിൽ ഇതൊരു ഡിസീസ് ആസ്പെക്ട് ആയിട്ട് നമ്മൾ കാണുന്നേ ഇല്ല.
അതിനുശേഷം താഴേക്ക് വരുമ്പം 0.8 to 0.9 ചെറിയ ലെവലിൽ ആർട്ടറി ഡിസീസ് ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ 0.5 to 0.8 മോഡറേറ്റ് ലെവൽ ഓഫ് ആർട്ടറിയൽ ഡിസീസ് ഉണ്ടെന്ന് പറയുന്നു. 0.5 താഴെ വരികയാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള പെരിഫറൽ ആർട്ടറി ഡിസീസ് ഉണ്ടെന്നാണ് നമുക്കതിൽ നിന്ന് അനുമാനിക്കാവുന്നത്. എന്നാൽ 1.4 ഗ്രേറ്റർ ആയിട്ട് അതിൽ കൂടുതലായിട്ട് നമുക്ക് കാണുമ്പോൾ ബ്ലഡ് വെസൽസിൽ കാൽസിഫിക്കേഷൻ സംഭവിക്കുന്നു. അതുവഴി ബ്ലഡ് വെസൽസ് ഹാർഡായി മാറുന്നു. അത് ബ്ലഡ് ഫ്ലോയെ കാര്യമായി ബാധിച്ചേക്കാം. അപ്പോൾ ഇവിടെ ഇന്റർപ്രിട്ടേഷനിൽ നമ്മൾ നോക്കുമ്പോൾ നോർമലി ആംഗിളിലുള്ള ഹയർ പ്രഷർ ആയിരിക്കും ആമനേക്കായാലും. 1.4 കൂടുതൽ ഉള്ള വാല്യൂ നോൺ കംപ്രസിബിൾ ക്ലാസിഫൈഡ് വെസൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് അത് ബ്ലഡ് ഫ്ലോയെ അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ 0.9 താഴേക്ക് വരുമ്പം അത് പെരിഫറൽ ആർട്ടറി ഡിസീസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതിന് കാരണമാകുന്നു. അതുപോലെ 0.5 താഴെയാണെങ്കിൽ എന്ത് പറ്റുന്നു? സിവിയർ പെരിഫറൽ ആർട്ടറി ഡിസീസ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ 0.9 എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0.9 എന്ന് പറയുന്നത് അപ് ടു 1.4 വരെ നോർമൽ ആണെന്നുള്ളതാണ്, നോർമൽ ബ്ലഡ് ഫ്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ചോദ്യം നമുക്ക് ഒരു ചാലഞ്ചിന് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. PSCയുടെ സൈറ്റിൽ ചാലഞ്ച് ചെയ്യാം, ക്വസ്റ്റ്യൻ്റെ ആൻസർ ചാലഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അതിൻ്റെ ഇൻഡെക്സ് ഒക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ബ്ലഡ് ഫ്ലോ എന്ന് എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. പക്ഷെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ഡിമിനിഷ്ഡ് ബ്ലഡ് ഫ്ലോ എന്നുള്ളതാണ് ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. ബാക്കി 50 ചോദ്യങ്ങളുടെ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും വെരിഫൈ ചെയ്യുക. ഏത് കോഡായാലും എല്ലാ കോഡിലും ഇതേ ചോദ്യങ്ങൾ തന്നെയായിരിക്കും തിരിച്ചും മറിച്ചും അതിൻ്റെ ഓർഡറിൽ വ്യത്യാസപ്പെടുത്തിയിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കി അതനുസരിച്ച് ഏത് ചോദ്യത്തിൻ്റെയാണ് ഉത്തരം എന്നുള്ളത് നോക്കി അതിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസിൻ്റെ പോസ്റ്റുകൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെയാണ് കൂടുതലും ഇടുക. അപ്പോൾ അത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ കേരളത്തിലും വിദേശത്തും അതുപോലെ ഇന്ത്യയിലും ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറിലുള്ള ജോബ് നോട്ടിഫിക്കേഷനുകൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോകളുടെ അപ്ഡേഷൻ ലഭിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബിൽ, ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പുതിയ വീഡിയോകളുടെയും അതുപോലെ തന്നെ ജോബ് നോട്ടിഫിക്കേഷൻസിൻ്റെയും അപ്ഡേറ്റുകൾ ഇടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ കമ്മ്യൂണിറ്റി ടാബിലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള KNMC ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വൺസ് അഗൈൻ. വിഷ് യു എ ഗുഡ് ഡേ.